ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് മോണിറ്ററിംഗ് ഓഫ് പൊല്യൂട്ടൻസ് ആണ്. പൊല്യൂട്ടൻസിനെ എങ്ങനെയൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാം. മോണിറ്ററിംഗ് ഓഫ് പൊല്യൂട്ടൻസ് ഹെൽപ്പ് us ടു ട്രാക്ക് ദ ഹെൽത്ത് ഓഫ് എൻവയോൺമെൻറ്റ്. ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഹെൽത്ത് അറിയണമെങ്കിൽ അതിലെ പൊല്യൂട്ടൻസിനെ മോണിറ്റർ ചെയ്താൽ നമുക്കറിയാൻ പറ്റും. അപ്പം പൊല്യൂട്ടൻസ് കൂടുതലാണെങ്കിൽ ആ എൻവയോൺമെൻറ്റ് എക്കോളജിക്കലി ഫ്രണ്ട്ലി അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് മെയിനായിട്ടും എയറിലെയും വാട്ടറിലെയും സോയിലിലെയും പൊല്യൂട്ടൻസിനെയാണ് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എയറിലെ പൊല്യൂട്ടൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കോമൺ മെത്തേഡ്സ് ആണ് ആദ്യം പറയുന്നത്. ദ കോമൺ മെത്തേഡ്സ് ഫോർ മോണിറ്ററിങ് എയർ പൊല്യൂട്ടൻസ് ഇൻക്ലൂഡ് പേപ്പർ ടേപ്പ് സാമ്പിളേഴ്സ്, ബബ്ലർ സിസ്റ്റം, ഇൻസ്ട്രുമെൻ്റൽ മോണിറ്ററിംഗ് മെത്തേഡ്സ്, ഫ്ലൂറസെൻ്റ് മോണിറ്റേഴ്സ്, സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മോണിറ്ററിംഗ് മെത്തേഡ്സ്. First one is paper tape samplers. In paper tape samplers, air is forcefully drawn through or over the treated surface by means of a pump. അപ്പോൾ ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഇതിലൊരു പമ്പുണ്ട്. ഈ പമ്പിൽ കൂടെ നമുക്ക് ഏത് സർഫസിൻ്റെ ആണോ പൊല്യൂട്ടൻസിനെ മനസ്സിലാക്കേണ്ടത് ആ സർഫസിലേക്ക് എയറിനെ നമ്മൾ ഈ പമ്പിൻ്റെ സഹായത്തോടുകൂടി ഫോഴ്സ്ഫുള്ളി അതിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ കടത്തി വിടുമ്പോഴത്തേക്കിന് അവിടെ ഉള്ള ഗ്യാസുകളായിട്ടുള്ള ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രജൻ സയനൈഡ്, അമോണിയ, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ക്ലോറിൻ, അമീൻസ്, ഐസോസൈനൈഡ് ഇതിനെയൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ അതാണ് ഈ പേപ്പർ ടേപ്പ് സാമ്പിളറിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പേപ്പർ ടേപ്പ് സാമ്പിളറിൽ ഒരു പമ്പുണ്ട്. ആ പമ്പിൽ കൂടെ നമ്മൾ എയർ ശക്തമായിട്ട് ബ്ലോ ചെയ്യുമ്പോൾ ഒരു സർഫസിൽ നമ്മൾ ഏത് സർഫസിൻ്റെ ആണോ പൊല്യൂട്ടൻസ് മനസ്സിലാക്കേണ്ടത് ആ സർഫസിലുള്ള ഈ ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രജൻ സയനൈഡ്, അമോണിയ, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ക്ലോറിൻ, അമീൻ, ഐസോസൈനൈഡ്സ് പോലെയുള്ള ഗ്യാസുകളെ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ബ്ലബർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗേഷ്യസ് മിക്സ്ചറിനകത്തിലുള്ള പൊല്യൂട്ടൻസിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഗേഷ്യസ് മിക്സ്ചറിനെ അല്ലെങ്കിൽ ആ ഗേഷ്യസ് പൊല്യൂട്ടൻസ് അടങ്ങിയിരിക്കുന്ന ആ മിശ്രിതത്തിനെ ബബിൾസ് ആയിട്ട് ഒരു സൊല്യൂഷനിൽ കൂടെ കടത്തിവിടുന്നു. അപ്പോൾ ഈ സൊല്യൂഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ സൊല്യൂഷൻ ഇതിനകത്തുള്ള കണ്ടാമിനൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ടാമിനൻസിനെ അത് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് ആ സൊല്യൂഷനിൽ അത് സൂക്ഷിച്ച് വയ്ക്കുന്നു. അതിന് ശേഷം നമുക്ക് അതിനകത്തുള്ള ഗ്യാസിയസ് വേപ്പേഴ്സിനെയൊക്കെ നമുക്ക് ലബോറട്ടറി ടെസ്റ്റുകൾ വഴി നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് ഇന്ന ഗേഷ്യസ് പൊല്യൂട്ടൻ്റാണ് ഈ സൊല്യൂഷനിലുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂണിവേഴ്സൽ അപ്രോച്ചസ് ഫോർ ദ കളക്ഷൻ ഓഫ് ഗേഷ്യസ് പൊല്യൂട്ടൻ. ആൻഡ് ഹിയർ the bubble of air is blown through a solution which has the capacity to absorb or react with the contaminants. Most gases and vapors are collected by this method, and appropriate laboratory analysis of the resulting solution is done for monitoring various pollutants in the air. Instrumental monitoring methods. ഇൻസ്ട്രുമെൻ്റൽ മോണിറ്ററിംഗ് മെത്തേഡ്സിൽ ഒത്തിരിയേറെ ഇൻസ്ട്രുമെൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എയർ പൊല്യൂട്ടൻസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഫോട്ടോമെട്രിക് ടെക്നിക്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ എയർ പൊല്യൂട്ടൻ ഡിറ്റക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന രണ്ട് മെത്തേഡാണുള്ളത്. നോൺ ഡിസ്പേഴ്സീവ് ഇൻഫ്രാറെഡ് മെത്തേഡും കെമിലുമിനിസെൻസ് ഡിവൈസുമാണ്. നോൺ ഡിസ്പേഴ്സീവ് ഇൻഫ്രാറെഡ് NDIR എന്ന് പറയും. NDIR അനാലിസിസ് എന്ന് പറയുന്നത് മെയിനായിട്ടും സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, കാർബൺ മോണോക്സൈഡ്, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രോ കാർബൺ പോലെയുള്ള ഇൻഫ്രാറെഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേസിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഗ്യാസുകളെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് NDIR എന്ന് പറയുന്നത്. നോൺ ഡിസ്പേഴ്സീവ് ഇൻഫ്രാറെഡ് മെത്തേഡ്. ഒബ്സർവ്ഡ് എന്നല്ല, അബ്സോർബ്ഡ് എന്നാണ്. അപ്പോൾ ഇൻഫ്രാറെഡ് റേസിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഗ്യാസുകളെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നോൺ ഡിസ്പേഴ്സീവ് ഇൻഫ്രാറെഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതൊരു ഫോട്ടോമെട്രിക് ടെക്നിക്കാണ്. അടുത്തത് കെമിലുമിനിസെൻറ്റ് ഡിവൈസാണ്. കെമിലുമിനിസെൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർട്ടിയാണ്. ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് കെമിലുമിനിസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ലൈറ്റ് അവിടെ എമിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം രണ്ട് കെമിക്കൽസ് തമ്മിൽ, രണ്ട് ഗ്യാസസ് തമ്മിൽ, ഫോർ എക്സാമ്പിൾ നൈട്രജൻ ഡയോക്സൈഡും ഓസോണും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ ലൈറ്റ് എനർജിയുടെ ആ ബേസിലായിരിക്കും ലൈറ്റ് എനർജിയുടെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചും അതിൻ്റെ കളറിനനുസരിച്ചും ഒക്കെ ആയിരിക്കും ഏതൊക്കെ പൊല്യൂട്ടൻസ് ആണ് ഈ റിയാക്ഷനിൽ പങ്കെടുത്തതെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പം നോൺ ഡിസ്പേഴ്സീവ് ഇൻഫ്രാറെഡ് മെത്തേഡും കെമിലുമിനിസെൻറ്റ് മെത്തേഡും
ഒരു ഇൻസ്ട്രുമെൻ്റൽ മോണിറ്ററിങ് മെത്തേഡാണ്, ഫോട്ടോമെട്രിയെ ബേസ് ചെയ്തുള്ള മെത്തേഡാണ്. ഇത് പലതരത്തിലുള്ള ഗേഷ്യസ് പൊല്യൂട്ടൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡാണ്. നെക്സ്റ്റ് ഈസ് ഫ്ലൂറസെൻ്റ് മോണിറ്റേഴ്സ്. ഫ്ലൂറസെൻ്റ് മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറസെൻസ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന പൊല്യൂട്ടൻ മോണിറ്റേഴ്സാണ്. ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഒരു ലൈറ്റ് പർട്ടിക്കുലർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. പിന്നെ അത് നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്ന അവസരത്തിൽ എനർജി എക്സസ് എനർജി അത് എമിറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലൂറസെൻസിൽ തിരിച്ച് എനർജി ഡിസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് വൈബ്രേഷനായിട്ടോ മോളിക്യുലർ റൊട്ടേഷനായിട്ടോ ഒക്കെ ആയിരിക്കും അത് പോകുന്നത്. അതുപോലെ ആ എനർജിയെ ഉപയോഗിച്ച് നമുക്കൊരു പർട്ടിക്കുലർ പൊല്യൂട്ടനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫ്ലൂറസെൻ്റ് മോണിറ്റർ ഉപയോഗിച്ച് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ സൾഫർ ഡയോക്സൈഡാണ്. സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ പൊല്യൂട്ടൻ്റാണ്. ഓട്ടോമൊബൈൽ എക്സോസ്റ്റിൽ നിന്നും അതുപോലെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസിൽ നിന്ന് ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളിൽ നിന്നുമൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഗേഷ്യസ് പൊല്യൂട്ടൻ്റാണ് ഈ സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിനകത്തിൽ വരുന്ന ഒരു ഗ്യാസുമാണ്. അപ്പം അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്ലൂറസെൻ്റ് മോണിറ്റേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ഫ്ലൂറസെൻ്റ് പ്രോസസ്സ് വഴി ലിബറേറ്റ് ചെയ്യുന്ന എനർജിയാണ് ഒരു പർട്ടിക്കുലർ പൊല്യൂട്ടനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മോണിറ്ററിങ് മെത്തേഡ്സ്. സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 മൈക്രോണിനേക്കാൾ താഴെയുള്ള സൈസായിരിക്കും. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള സസ്പെൻഡഡ് മെറ്റീരിയൽസ് എയറിൽ കാണുന്നതിനെയാണ് നമ്മൾ സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 മൈക്രോൺസിൽ താഴെയാണ്. അതിന് എയറിന് കുറേ നേരം നിൽക്കാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പം ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസ് ചിലപ്പം കുറേ ദിവസം തന്നെ എയറിൽ നിലനിൽക്കും. അത് കുറച്ചുകൂടെ സൈസ് കൂടിയ പാർട്ടിക്കിൾസ് ചിലപ്പോൾ കുറച്ച് മിനിറ്റ് മാത്രമേ എയറിൽ തങ്ങി നിൽക്കത്തുള്ളൂ. അപ്പം ആ പാർട്ടിക്കുലേറ്റിൻ്റെ സൈസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് അത് എയറിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു ടൈമും വേരി ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽസ് എയറിലുണ്ടെങ്കിൽ നമ്മുടെ വിഷ്വൽ ക്വാളിറ്റി അത് അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു മൂടൽമഞ്ഞ് പോലെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ ഇതിനെയും കാണാൻ പറ്റത്തില്ല. ലൈറ്റ് തന്നെ സ്കാറ്റർ ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും ഉള്ളത്. അപ്പം ഈ എയറിലെ പാർട്ടിക്കുലേറ്റ് മെറ്റീരിയലിനെ സാധാരണഗതിയിൽ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളൊരു ഫിൽറ്ററിൻ്റെ സഹായത്തോടുകൂടി എയർ സക്ക് ചെയ്തിട്ട് ആ ഫിൽറ്ററിലേക്ക് കടത്തി വിട്ടിട്ട് ആ ഡസ്റ്റ് ഫിൽറ്ററിൽ അടിഞ്ഞുകൂടുന്ന ആ ഡസ്റ്റ് അല്ലെങ്കിൽ സസ്പെൻഡഡ് പാർട്ടിക്കിളിനെ വെയിറ്റ് എടുക്കുകയാണ് സാധാരണ ചെയ്യുന്ന മെത്തേഡ്. ഇവിടെ സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മോണിറ്ററിങ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹൈ വോളിയം എയർ സാമ്പിളറാണ്. ഹൈ വോളിയം എയർ സാമ്പിളറിൻ്റെ പ്രത്യേകത അതിനെ എല്ലാ പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽസ് അതായത് 20 മൈക്രോമീറ്ററിന് താഴെ സൈസുള്ള എല്ലാ പാർട്ടിക്കുലേറ്റ് മെറ്റീരിയലും അതിൽ കളക്ട് ചെയ്യുന്നു. അതിനേക്കാൾ വലിയ സൈസുള്ള ചില പ്രൊപ്പോർഷൻ അതായത് കുറച്ച് എമൗണ്ട് പാർട്ടിക്കുലേറ്റ് മെറ്റീരിയലും കളക്ട് ആവുന്നു. അപ്പോൾ 20 മൈക്രോണിൽ താഴെ സൈസുള്ള എല്ലാ പാർട്ടിക്കുലേറ്റ് മെറ്റീരിയലും ഈ ഫിൽറ്ററിനകത്ത് കളക്ട് ചെയ്യുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ കുറച്ച് ലാർജർ പാർട്ടിക്കുലേറ്റ് മെറ്റീരിയലും ഇതിനകത്ത് കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇതിനകത്തൊരു ഗ്ലാസ് ഫൈബർ ഫിൽറ്ററുണ്ട്. അപ്പം അതിലേക്കാണ് ആ ഫിൽറ്ററാണ് ഈ പാർട്ടിക്കുലേറ്റ് മെറ്റീരിയലിനെല്ലാം അരിച്ച് വയ്ക്കുന്നത്. അപ്പം ഈ ഫിൽറ്ററിൻ്റെ വെയിറ്റ് നമ്മൾ ഈ പാർട്ടിക്കുലേറ്റ് മെറ്റീരിയലിനെ അരിക്കുന്നതിന് മുമ്പും എടുക്കും. പിന്നെ അതിൽ കൂടെ ഈ പൊല്യൂട്ടൻ ഉള്ള എയർ കടത്തി വിട്ടതിന് ശേഷവും എടുക്കും. അപ്പോൾ രണ്ട് തമ്മിലുള്ള വെയിറ്റ് ഡിഫറൻസ് എത്രത്തോളം സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എയറിലുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു അതിൻ്റെ എമൗണ്ടിനെ അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റിനെ കാണിക്കുന്നു. അപ്പം അതൊരു സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മോണിറ്ററിങ് മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയറിനകത്തിലുള്ള 20 മൈക്രോണിൽ താഴെ ഉള്ളതും 20 മൈക്രോണിൽ മേളിലുള്ള ചില പാർട്ടിക്കുലേറ്റ് എലമെൻസിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അവരുടെ അളവ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതിനെ ഹൈ വോളിയം എയർ സാമ്പിളർ മെത്തേഡ് എന്നാണ് എക്യുപ്മെൻറ്റിൻ്റെ പേര്. അതിലുള്ള ഒരു ഫിൽറ്റർ ഗ്ലാസ് ഫൈബർ ഫിൽറ്ററാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പായിട്ട് ആ ഫിൽറ്ററിൻ്റെ വെയിറ്റ് എടുക്കുന്നു. എന്നിട്ട് ഫിൽറ്ററിൻ്റെ വെയിറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് ഈ പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽസ് ഉള്ള എയർ ആ ഫിൽറ്ററിൽ കൂടെ കടത്തി വിടുന്നു. അതിന് ശേഷം അതിൻ്റെ വെയിറ്റ് വീണ്ടും എടുക്കുന്നു. ആ ഡിഫറൻസ് ആദ്യത്തെ വെയിറ്റും
രണ്ടാമത്തെ വെയിറ്റ്. അപ്പം രണ്ടാമത്തെ വെയിറ്റ് ആയിരിക്കുമല്ലോ കൂടുതൽ. അപ്പോൾ രണ്ടാമത്തെ വെയിറ്റ് നിന്നും ആദ്യത്തെ വെയിറ്റ് കുറയ്ക്കുമ്പോൾ എത്രത്തോളം സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽ ആ എയറിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽ ഒരു പൊല്യൂട്ടൻ്റാണ് അല്ലേ. അപ്പോൾ അത് ഒത്തിരിയേറെ മെറ്റീരിയൽസ് കൂടി ചേർന്നിട്ടുള്ള പൊല്യൂട്ടൻ്റാണ് ഈ സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. Physical monitoring. Physical monitoring of pollution involves determination of physical parameters in the environment that may give information about the quantity of pollutants. അപ്പോൾ ഫിസിക്കൽ മോണിറ്ററിങ്ങിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് എൻവയോൺമെൻറ്റിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുവഴി നമുക്ക് പൊല്യൂട്ടൻസിനെ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ വാട്ടർ ടെമ്പറേച്ചറാണ്. അപ്പോൾ തെർമൽ പൊല്യൂഷൻ നമുക്ക് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ റെഗുലറായിട്ട് നമ്മൾ ടെമ്പറേച്ചർ ഒരു വാട്ടർ ബോഡിയിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാട്ടർ ബോഡിയിലുള്ള തെർമൽ പൊല്യൂഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വാട്ടർ ബോഡിയിലെ ടെമ്പറേച്ചർ അളക്കുന്നത് മൂലം ആ വാട്ടറിൽ എത്രത്തോളം തെർമൽ പൊല്യൂഷൻ നടന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വാട്ടറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഫിസിക്കൽ ഫാക്ടറാണ്. അപ്പോൾ അത് ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അക്വാട്ടിക് ലൈഫിൻ്റെ എല്ലാം ഡിസ്ട്രിബ്യൂഷനിൽ ടെമ്പറേച്ചറിൻ്റെ റോളുണ്ട്. അപ്പം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മെറ്റബോളിക് റേറ്റുകൾ ആക്ടിവിറ്റീസ് ഒക്കെ കൂടും. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അത് ലൈഫിനെ ത്രെറ്റനിങ് ആവും. മിക്ക പൊല്യൂട്ടൻസും വെള്ളത്തിൽ സോലുബിളൈസ് ചെയ്യും, റിയാക്ഷൻ റേറ്റ് ഒക്കെ കൂടുകയും ചെയ്യും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ ടെമ്പറേച്ചർ അഫക്ട് ദ സോലിബിലിറ്റി ആൻഡ് റിയാക്ഷൻ റേറ്റ് ഓഫ് പൊല്യൂട്ടൺ ഇൻ എ ഗിവൺ എക്കോസിസ്റ്റം. അപ്പം ടെമ്പറേച്ചറിൻ്റെ സിഗ്നിഫിക്കൻസ് അതാണ്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ അളക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ വെള്ളത്തിൽ എത്രത്തോളം തെർമൽ പൊല്യൂഷൻസ് നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. സെഡിമെൻറ്റ് ആൻഡ് ടർബിഡിറ്റി. ഇപ്പോൾ ടർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് സ്കാറ്റേർഡ് ഓർ അബ്സോർബ്ഡ് ബൈ എ ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് ടർബിഡിറ്റി. അപ്പോൾ ടർബിഡിറ്റി ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ പൊല്യൂട്ടൻസിൻ്റെ അളവ് വളരെ കൂടുതലാണെന്നാണ്. അപ്പോൾ ടർബിഡിറ്റി ഒരു ഇൻഡയറക്റ്റ് വേ ആയിട്ട് നമുക്ക് പൊല്യൂട്ടൻറ്റിൻ്റെ അളവിനെ മെഷർ ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് വേ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ടർബിഡിറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം എത്രത്തോളം പൊല്യൂട്ടഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. അപ്പോൾ സാധാരണ ഒരു വാട്ടർ ബോഡിയിൽ വാട്ടർ ടർബ്ഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ സ്ലിറ്റോ അല്ലെങ്കിൽ ക്ലേയുടെ ഒക്കെ അളവ് കൂടുതലാണെന്നാണ്. അപ്പം അത് കൂടാതെ ഓർഗാനിക് പൊല്യൂട്ടൻസ് കൂടുതലായാലും അതുപോലെ മൈക്രോ ഓർഗാനിസംസ് കൂടുതലായാലും വാട്ടർ ടർബ്ഡ് ആവാറുണ്ട്. അപ്പോൾ സെഡിമെൻസിനൊപ്പം, അതായത് ക്ലേയും സ്ലിറ്റും പോലുള്ള സെഡിമെൻസിനൊപ്പം തന്നെ മൈക്രോ ഓർഗാനിസം കൂടിയാലും ഓർഗാനിക് പൊല്യൂട്ടൻസ് കൂടിയാലും വാട്ടറിൻ്റെ ടർബിഡിറ്റി കൂടാറുണ്ട്. അപ്പോൾ വാട്ടർ കൂടുതൽ ടർബ്ഡ് ആണെങ്കിൽ അതിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് സുഗമമായിരിക്കത്തില്ല, ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകും. അപ്പം ടർബിഡിറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം പൊല്യൂട്ടൻ്റ് വാട്ടറിലുണ്ടെന്നുള്ളത് മനസ്സിലാവാനായിട്ട് പറ്റും. അപ്പോൾ ടർബിഡിറ്റി മെഷർ ചെയ്യാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നെഫലോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോർമാസിൻ ടർബിഡിറ്റി യൂണിറ്റാണ്. അപ്പോൾ ടർബിഡിറ്റി ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് അസസിങ് വാട്ടർ പൊല്യൂട്ടൻസ്. ആൻഡ് ടർബിഡിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്തിലുള്ള എത്രത്തോളം ഓർഗാനിക് പൊല്യൂട്ടൻസ് ഉണ്ട്, എത്രത്തോളം മൈക്രോബിയൽ പൊല്യൂഷൻ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നു. Electrical conductivity. Electrical conductivity is the measure of ability of water to pass an electric current. ഇപ്പം വെള്ളത്തിന് ഇലക്ട്രിക് കറണ്ട് കടത്തിവിടാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മൈക്രോം ഹോസ് പെർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മൈക്രോ സീമെൻസ് പെർ സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 0.5 to 3 mm ഹോസ് പെർ സെൻറ്റിമീറ്ററാണ് ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ. അപ്പം 0.5 to 3 ആണ് ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് എന്ന് പറയുന്നത്. റിവേഴ്സിലൊക്കെ 50 to 1500 സ്ട്രീംസിൽ 500 to 1500 mm ഹോസ് പെർ സെൻറ്റിമീറ്റർ ആണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ വരുന്നത്. അപ്പോൾ കണ്ടക്ടിവിറ്റി വെള്ളത്തിൽ ഉള്ള കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഇൻഓർഗാനിക് ആയിട്ടുള്ള ഡിസോൾവ്ഡ് സോൾട്ട്സ് ഉണ്ടെന്നാണ് അർത്ഥം. മെയിനായിട്ട് നൈട്രേറ്റിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും സോൾട്ടുകൾ, അതായത് നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും സോൾട്ടുകൾ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പ്രസൻസ് ഓഫ് ഇൻഓർഗാനിക് സോൾട്ട് ഓഫ്
നൈട്രേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുന്നത് മൂലം എത്രത്തോളം ഇങ്ങനെയുള്ള സോൾട്ടുകൾ വെള്ളത്തിലുണ്ട്, നൈട്രജൻ ഫോസ്ഫറസ് സോൾട്ടുകൾ എത്രത്തോളം വെള്ളത്തിനെ പൊല്യൂട്ടഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് പറ്റും. കെമിക്കൽ മോണിറ്ററിങ്, പല രീതിയിലുള്ള കെമിക്കൽ മോണിറ്ററിങ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആൻഡ് ഡിസോൾവ്ഡ് ഓക്സിജൻ. Biological oxygen demand, it is the amount of oxygen that would be required by bacteria to cause the decomposition of organic substance. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ നമ്മൾ BOD എന്നും പറയാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ എമൗണ്ടിനെയാണ് കാണിക്കുന്നത്. എത്രത്തോളം ഓക്സിജൻ വേണം ഒരു വാട്ടർ ബോഡിക്കകത്തിലെ ഓർഗാനിക് സബ്സ്റ്റൻസുകളെ ഡീകമ്പോസ് ചെയ്ത് മാറ്റാൻ. അപ്പം ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ബാക്ടീരിയയാണ്, മെയിനായിട്ടും ബാക്ടീരിയയും ഫംഗിയാണ്. അപ്പോൾ ബാക്ടീരിയയ്ക്ക് എത്രത്തോളം ഓക്സിജൻ ഉപയോഗിച്ച് വേണം ഈ ഓർഗാനിക് പൊല്യൂട്ടൻറ്റിനെ ഡീകമ്പോസ് ചെയ്ത് ഇനോർഗാനിക് അല്ലെങ്കിൽ ലെസ് പൊല്യൂട്ടൻസ് ആക്കി മാറ്റാൻ. അപ്പോൾ ആ ഒരു എമൗണ്ട് ഓഫ് ഓക്സിജനെയാണ് നമ്മൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് പറയുന്നത്. അപ്പം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ആ വാട്ടറിനകത്ത് എത്രത്തോളം കൂടുതൽ ഓർഗാനിക് വേസ്റ്റ് ഉണ്ട്, അത് സീവേജ് റിച്ച് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ റിച്ച് ആണ്, ഓർഗാനിക് പൊല്യൂട്ടൻസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡീകമ്പോസേഴ്സിൻ്റെ ആക്ടിവിറ്റി വളരെ കൂടുതലായിട്ട് നടക്കണം. അതുകൊണ്ട് കൂടുതൽ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യപ്പെടും. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ അവിടെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ് എന്നാണ് BOD കൂടുതലാണെങ്കിൽ നമുക്ക് അനുമാനിക്കേണ്ട കാര്യങ്ങൾ. അപ്പം BOD സാധാരണ നമ്മൾ 5 ഡേയ്സിലേക്കാണ് മെഷർ ചെയ്യുന്നത്. അപ്പം നമ്മൾ 5 ഡേയ്സ് കൊണ്ട് ഒരു വാട്ടർ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 5 ഡേയ്സ് കൊണ്ട് ആ വാട്ടർ സാമ്പിളിലെ ഓർഗാനിക് പൊല്യൂട്ടൻസിനെ എല്ലാം ബാക്ടീരിയ ഡീകമ്പോസ് ചെയ്യും എന്നുള്ള ഇതിലാണ് BOD 5 എന്നാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളത് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് BOD മെഷർ ചെയ്യുന്നത്. അപ്പോൾ BOD നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ മില്ലിഗ്രാം ഓഫ് ഓക്സിജൻ പെർ ലിറ്റർ ഓഫ് വാട്ടർ എന്നാണ്. ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ ആക്റ്റീവായിരിക്കും, മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ വളരെ കാര്യമായിട്ട് നടക്കുന്നു. അതുകൊണ്ട് തന്നെ 3 ഡേയ്സ് കൊണ്ട് ചിലപ്പം ഈ മൈക്രോബിയൽ ഡീകമ്പോസിഷൻ നടക്കാം. അതുകൊണ്ട് നമുക്ക് BOD അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് 3 ദിവസം കൊണ്ട് നമുക്ക് BOD മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം BODയുടെ മെഷർ എപ്പോഴും വേസ്റ്റിൻ്റെ സ്ട്രെങ്തിനെ കാണിക്കുന്നതാണ്, എത്രത്തോളം പൊല്യൂഷൻ ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് BOD എന്നുള്ള ആ ഒരു വാല്യൂ. അപ്പോൾ BODയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ആ വെള്ളം ഒട്ടുമേ ഡ്രിങ്കിങ് പർപ്പസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡൊമസ്റ്റിക് യൂസിനോ കൊള്ളത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു കൺസ്യൂം ചെയ്യുന്ന ഡ്രിങ്കിങ് വാട്ടറിലെ BOD എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 മില്ലിഗ്രാം പെർ ലിറ്ററിൽ താഴെയായിരിക്കണം BODയുടെ ലെവലെന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും കുടിക്കുന്ന വെള്ളത്തിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 1 മില്ലിഗ്രാം പെർ ലിറ്ററിൽ കൂടാൻ പാടില്ല. കൂടിയാൽ അതിൻ്റെ അർത്ഥം അത് സീവേജ് റിച്ച് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറാണ്, അതിൽ ഓർഗാനിക് കണ്ടൻറ്റ് വളരെ കൂടുതലാണ്, ഹൈലി പൊല്യൂട്ടഡ് വാട്ടറാണെന്നാണ് അർത്ഥം. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് COD. അപ്പോൾ COD ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് BODയെ പോലെ തന്നെ അത് ഓക്സിജൻ്റെ അളവിനെയാണ് കാണിക്കുന്നത്. ഓക്സിജൻ ഡിമാൻഡാണ് COD. ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സബ്സ്റ്റൻസുകളെയും ഓക്സിഡൈസ് ചെയ്യാനായിട്ട് എത്രത്തോളം ഓക്സിജൻ വേണം എന്നുള്ളതാണ് COD ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് വേസ്റ്റുകളെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് ബാക്ടീരിയയ്ക്ക് എത്രത്തോളം ഓക്സിജൻ വേണ്ടി വരുന്നു എന്നുള്ളതായിരുന്നു. ഇവിടെ എല്ലാ പൊല്യൂട്ടൻസിനെയും എല്ലാ വേസ്റ്റുകളെയും ഓക്സിഡൈസ് ചെയ്യാനായിട്ട് വേണ്ട ഓക്സിജൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് COD കാണിക്കുന്നത്. അപ്പോൾ CODയിൽ കുറച്ചുകൂടെ ആ ഓക്സിജൻ ഡിമാൻഡ് കറക്റ്റായിട്ട് കാണിക്കുന്നതുകൊണ്ട് BODയേക്കാൾ കുറച്ചുകൂടെ എഫക്റ്റീവാണ് ഈ പൊല്യൂട്ടൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പൊല്യൂട്ടൻറ്റിൻ്റെ ആ ഒരു തോത് മനസ്സിലാക്കുന്നതിൽ CODക്കുള്ളത്. അപ്പോൾ COD വാല്യൂ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ബിക്കോസ് ഓഫ് ഇസ് റാപ്പിഡിറ്റി ഇൻ ഡിറ്റർമിനേഷൻ. അപ്പം നമ്മൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൊക്കെ COD ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. അപ്പോൾ COD ചെക്ക് ചെയ്യുന്നത് മൂലം ആ വാട്ടറിലെ പൊല്യൂട്ടൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ട്, ഇനി എത്രത്തോളം പൊല്യൂട്ടൻസ് അതിൽ നിന്ന് ഡീകമ്പോസ് ചെയ്ത് മാറാനുണ്ടെന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. BODയുടെ കൂട്ട് ഒത്തിരി ദിവസത്തെ ലാഗിങ് വരുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കെമിക്കൽസ് ഉപയോഗിച്ച് COD ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ റാപ്പിഡിറ്റി കാരണം വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൊക്കെ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത് CODയാണ്. അപ്പോൾ COD ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഓൾ റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് ഇൻ വാട്ടർ.
ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് ഓർഗാനിസത്തിനൊക്കെ ഏറ്റവും വേണ്ട ലൈഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള മോളിക്യൂളാണ്. അപ്പോൾ അതുപോലെ ഈ അക്വാട്ടിക് പോൺസിലൊക്കെ ഫിഷ് കൾച്ചർ ചെയ്യുന്ന ആൾക്കാരുമൊക്കെ ഡിസോൾഡ് ഓക്സിജൻ്റെ ലെവൽ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാലോ അല്ലെങ്കിൽ വെജിറ്റേഷൻസിൻ്റെ അളവൊക്കെ പോണ്ടിൽ കുറവാണെങ്കിലോ ഒക്കെ എപ്പോഴും ഒരു ഡിസോൾഡ് ഓക്സിജൻ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത് വെള്ളത്തിലെ ടെമ്പറേച്ചറിനും അതുപോലെ ഓർഗാനിക് മാറ്ററിനും സലൈനിറ്റിക്കും ഒക്കെ അനുസരിച്ച് വേരി ചെയ്യുന്നു. അപ്പം ഡിസോൾഡ് ഓക്സിജൻ കൂടുതലാണെങ്കിൽ അത് എല്ലാ അക്വാട്ടിക് ലൈഫിൻ്റെ നല്ല ഒരു ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഓർഗാനിക് കണ്ടൻറ്റൊക്കെ കൂടുതലാണ് അതെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ BOD പറഞ്ഞായിരുന്നു ഓർഗാനിക് കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ഈ ഡിസോൾഡ് ഓക്സിജൻ വെച്ചിട്ടാണ് മൈക്രോ ഓർഗാനിസംസ് ഈ ഓർഗാനിക് പൊല്യൂട്ടൻസിനെ ഡീകമ്പോസ് ചെയ്ത് ലെസ് പൊല്യൂട്ടൻ്റാക്കി മാറ്റുന്നത്. അപ്പം ഡിസോൾഡ് ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു ഓക്സിജൻ ഡിമാൻഡ് വന്നിട്ട് അതിനെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ വാട്ടർ കുറച്ചുകൂടെ പൊല്യൂട്ടഡ് ആയെന്ന് പറയാം. അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ നമ്മൾ PPTയിലാണ് മെഷർ ചെയ്യുന്നത്. PPT അതായത് പാർട്സ് പെർ മില്യൺ ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ, അതാണ് ഡിസോൾഡ് ഓക്സിജൻ. അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ എന്ന് വെച്ചാൽ എത്രത്തോളം ഓക്സിജൻ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഡിസോൾഡ് ഓക്സിജൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് കുറയുന്നത് ഓർഗാനിക് പൊല്യൂട്ടൻസിൻ്റെ അളവ് വെള്ളത്തിൽ കൂടുമ്പോഴാണ്. പിന്നെ ടെമ്പറേച്ചറും മറ്റു പല ഫാക്ടേഴ്സും ഓക്സിജൻ്റെ പ്രസൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ മോണിറ്ററിംഗ് ഈസ് ആൻ ഈസി വേ ഓഫ് മെഷറിംഗ് ദ കണ്ടാമിനൻസ് ഇൻ എൻവയോൺമെൻറ്റ്. അപ്പോൾ എൻവയോൺമെൻറ്റിലെ കണ്ടാമിനൻസിനെ മെഷർ ചെയ്യാനായിട്ടുള്ളൊരു ഈസിയർ മെത്തേഡാണ് ബയോളജിക്കൽ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ ചില സ്പീഷീസുകളെ ഇൻഡിക്കേറ്റർ സ്പീഷീസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഓർഗാനിസം എന്ന് പറയുന്നത് ആ ഒരു കണ്ടാമിനേഷനുള്ള പൊല്യൂട്ടൻസ് ഒക്കെ ഉള്ള പതോജൻസ് ഒക്കെ ഉള്ള നമ്മൾ ബയോളജിക്കൽ മോണിറ്ററിംഗ് കൂടുതലായിട്ടും പതോജൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പതോജൻസ് ഒക്കെ ഉള്ള ആ ഒരു റീജിയണിൽ വളരുന്ന ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ ഈ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പതോജൻസിൻ്റെ കൂട്ട് തന്നെ സെയിം റീജിയണിലായിരിക്കണം അതിൻ്റെ ഒറിജിൻ. അതുപോലെ തന്നെ പതോജൻസിനേക്കാൾ ഗ്രേറ്റർ നമ്പേഴ്സിൽ കാണണം. അപ്പം നമുക്ക് പെട്ടെന്ന് അതിനെ ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അതുപോലെ പതോജൻസിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സർവൈവൽ ക്യാരക്ടേഴ്സ് കാണിക്കണം. പിന്നെ അത് ഒരിക്കലും പതോജനിക് ആകാനും പാടില്ല. അതാണ് അതിവിടെ ഞാനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അതിൽ ദേ മസ്റ്റ് നോട്ട് ബി ദംസെൽഫ് പതോജനിക്, അതാണ് കറക്റ്റ്. അതിന് മുമ്പ് എഴുതിയേക്കുന്ന ദേ മസ്റ്റ് ബി ഇൻ ദംസെൽഫ് പതോജനിക് എന്നുള്ളത് സ്ട്രൈക്ക് ചെയ്യുക. ദേ മസ്റ്റ് നോട്ട് ബി ഇൻ ദംസെൽഫ് പതോജനിക്, അതാണ് കറക്റ്റ്. അപ്പം ബയോളജിക്കൽ മോണിറ്ററിങ്ങിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടാമിനൻസിനെ പെട്ടെന്ന് നമുക്ക് പ്രത്യേകിച്ച് പതോജൻസിനെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ബയോളജിക്കൽ മോണിറ്ററിങ്. ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ സ്പീഷീസിനെ ഉപയോഗിക്കുന്നു. ഇൻഡിക്കേറ്റർ സ്പീഷീസ് പതോജൻസ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു റീജിയണിൽ തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നവരായിരിക്കണം. പതോജൻസിനേക്കാൾ ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റണം. അതിനേക്കാൾ കൂടുതൽ നമ്പേഴ്സിൽ കാണപ്പെടണം. കൂടുതൽ സർവൈവൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണണം. അതുപോലെ തന്നെ അത് നോൺ പതോജനിക് ആയിരിക്കുകയും വേണം. നെക്സ്റ്റ് ഈസ് പതോജൻസ് ഓർ ബാക്ടീരിയ. ചില പതോജൻസിനെ അല്ലെങ്കിൽ ബാക്ടീരിയകളെയൊക്കെ നമ്മൾ ഇൻഡിക്കേറ്റർ സ്പീഷീസായിട്ട് മറ്റു പല കണ്ടാമിനൻസിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിറ്റക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള പതോജൻസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ വെള്ളത്തിൽ കൂടുതലാണെങ്കിൽ ആ വെള്ളം കണ്ടാമിനേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഈ കണ്ടാമിനേഷൻ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ മൈക്രോ ഓർഗാനിസത്തിൽ വരുന്ന വിഭാഗമാണ് ഈക്കോളെ എന്ന് പറയുന്നത്. ഫീക്കൽ കോളിഫോംസ് എന്ന് പറയും. ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കെ ആൻഡ് ഫീക്കൽ കോളിഫോംസ്. ഫീക്കൽ കോളിഫോംസിനൊരു എക്സാമ്പിളാണ് ഈക്കോളെ. കോളിഫോം ബാക്ടീരിയയാണ്. നമ്മുടെയൊക്കെ വയറ്റിനകത്തിൽ താമസിക്കുന്ന ബാക്ടീരിയയാണ്. വാം ബ്ലഡഡ് ഓർഗാനിസത്തിലെല്ലാം തന്നെ ഉള്ള ഒരു അവരുടെ എല്ലാം വയറ്റിലുള്ള ഒരു ബാക്ടീരിയയാണ് ഈക്കോളെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫീക്കൽ മെറ്റീരിയൽ വഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് എപ്പോഴും ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു നോർമൽ പോപ്പുലേഷൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വെള്ളത്തിൽ എക്സസ് ആണെങ്കിൽ നമുക്കിതിനെ ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസായിട്ട് കരുതാം. ആ വെള്ളത്തിൽ ഫീക്കൽ മെറ്റീരിയലിൻ്റെ ഡെപ്പോസിഷൻ കൂടുതലുണ്ടെന്ന് നമുക്ക് പറയാം.
അപ്പം ഈ ഫീക്കൽ കോളിഫോംസ് അല്ലെങ്കിൽ ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കയുടെ പ്രസൻസ് വെള്ളത്തിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീക്കൽ കോളിഫോംസിനെ നമുക്കൊരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ട് വെച്ചിട്ട് വെള്ളം ഫീക്കൽ മെറ്റീരിയൽ കൊണ്ട് കണ്ടാമിനേറ്റഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ടും പതോജൻസിനും ബാക്ടീരിയയ്ക്കും ഒക്കെ ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ സാമ്പിൾ എടുത്തിട്ട് ഈ MBN എന്ന് പറയുന്ന മോസ്റ്റ് പ്രൊബബിൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ആ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കോളിഫോംസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ കോളിഫോംസിൻ്റെ ലെവൽ നോർമൽ വാട്ടറിൽ ഇത്രേ കാണാവുന്നുണ്ട്, അതിനും അപ്പുറത്തോട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ ബോഡി ഫീക്കൽ മെറ്റീരിയൽ കൊണ്ട് കണ്ടാമിനേറ്റഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പം പതോജൻസിന് അല്ലെങ്കിൽ ബാക്ടീരിയ നമുക്ക് ഇൻഡിക്കേറ്റർ സ്പീഷീസായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് ബയോസെൻസേഴ്സ്. ബയോസെൻസേഴ്സും നമ്മൾ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറച്ച് എമൗണ്ട് വേസ്റ്റ് ഉള്ളൂ എങ്കിൽ പോലും ഈ ബയോസെൻസേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് ആ ഏറ്റവും കുറവുള്ള പൊല്യൂട്ടൻറ്റിനെ പോലും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ സോയിലിലെയും വാട്ടറിലെയും എയറിലെയൊക്കെ പൊല്യൂട്ടൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പുതിയ ടെക്നിക്കാണ് ഈ ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ടോക്സിക് കെമിക്കൽസ് അറ്റ് അൾട്രാ ട്രേസ് ലെവൽസ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, കെമിക്കൽ സബ്സ്റ്റൻസ് ഓർ എൻവയോൺമെൻറ്റൽ സാമ്പിൾസ് ലൈക്ക് സോയിൽ ആൻഡ് വാട്ടർ. അപ്പം ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട്, റാപ്പിഡായിട്ട്, ചീപ്പായിട്ട്, ആക്യുറേറ്റായിട്ട് എൻവയോൺമെൻറ്റൽ സാമ്പിൾസിനെ അനലൈസ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു മോണിറ്ററിങ് ടെക്നിക്കാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് BOD മെഷർ ചെയ്യാം. അതുപോലെ നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ അളവ് എയറിൽ എത്രത്തോളം ഉണ്ട്, അതുപോലെ സൾഫർ ഡയോക്സൈഡ് എത്ര ഉണ്ട്, സൾഫേറ്റ് എത്ര ഉണ്ട്, അമോണിയയുടെ ലെവൽ, ഇതൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ബയോസെൻസേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബയോസെൻസേഴ്സിൻ്റെ മറ്റുള്ള ഡിറ്റക്ഷൻ മെത്തേഡ്സിൽ നിന്നുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈലി പോർട്ടബിളാണ്, സ്മോളർ സൈസാണ്, പ്രോബബിലിറ്റി അല്ല പോർട്ടബിലിറ്റിയാണ്. അതുപോലെ തന്നെ വർക്ക് ഓൺ സൈറ്റ്, നമുക്ക് സൈറ്റിൽ കൊണ്ടുപോയി അത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ലാബിലേക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. സൈറ്റിൽ ഈ ബയോസെൻസേഴ്സ് കൊണ്ടുപോയിട്ട് ഹൈലി സ്മോൾ സൈസ് ആയതുകൊണ്ട് പോർട്ടബിൾ ആയതുകൊണ്ട് നമുക്കത് കൊണ്ടുപോയി വർക്ക് ഓൺ സൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ കമ്പോണൻസിനെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം വളരെ ലീസ്റ്റ് ക്വാണ്ടിറ്റി ഉള്ള സാമ്പിളിൽ നിന്ന് പോലും നമുക്ക് കറക്റ്റായിട്ട് പൊല്യൂട്ടൻറ്റിൻ്റെ അളവ് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ബയോസെൻസേഴ്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പം ബയോസെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഡിറ്റക്ഷൻ മെത്തേഡാണ്. ടോക്സിക് കെമിക്കൽസിനെയൊക്കെ ഏറ്റവും ട്രേസ് ലെവലിൽ പോലും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സോയിലുള്ളതും എയറിലുള്ളതും വാട്ടറിലുള്ള പൊല്യൂട്ടൻസിനെ എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. BOD ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നു. നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, അമോണിയ, അതുപോലെ സൾഫേറ്റ് പോലെയുള്ള കെമിക്കൽസിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ സ്മോളർ സൈസാണ്, വർക്ക് ഓൺ സൈറ്റാണ്. പിന്നെ എല്ലാ കമ്പോണൻസിനെയും നമുക്ക് ചീപ്പർ റേറ്റിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബയോസെൻസേഴ്സ്. ഓക്കെ, അപ്പം ഇതോടുകൂടി ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു.